ഹോള് ഡൈനിങ് ഏരിയയും അതുപോലെ ഇവിടെ ഒരു കുഞ്ഞു മുറിയുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള മുറിയുണ്ട്. അതൊക്കെ കണ്ടു. പക്ഷെ മോളിലാണ് നല്ല ഭംഗിയുള്ളത്. ഞാൻ കയറി നോക്കിയായിരുന്നു. അവിടെ ഒന്നുകൂടെ നിങ്ങളെ കയറി കാണിച്ചു തരാം. ഇത് നല്ല വുഡന്റെ സ്റ്റെപ്സ് അല്ലേ? വുഡൻ സ്റ്റെപ്സ് ആട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല സുഖമുണ്ട് ഇതിൽ കൂടെ നടക്കാനായിട്ട്. അങ്ങനെ നമ്മൾ മോളിലെത്തി. മോളിൽ എത്ര റൂമുള്ളേ? 2. മോളിൽ 2 റൂംസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം. മോസ്റ്റ്ലി ആലുവേല വീട്ടിലാണോ നിൽക്കാറുള്ളത്? ഉള്ളപ്പം ഇവിടെ ആണ്. പക്ഷെ ഇങ്ങോട്ട് മുകളിലേക്ക് കയറാറില്ല അല്ലേ? കാരണം അതാണ് കേട്ടല്ലേ അല്ലേ? ശരിക്കും നമുക്കൊരു 2 റൂം അത്ര അതിന്റെ ആവശ്യമുള്ളൂ. സത്യമായിട്ടും അവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ഇതില് എത്ര കാലമായി ഇവിടേക്കൊക്കെ വന്നിട്ട്? ഇത് അവിടെ ഫ്ലാറ്റിലുണ്ടായിരുന്നാണ്. പിന്നെ അവിടെ അതിങ്ങനെ വെറുതെ തുണി ഉണങ്ങാനൊക്കെ ഇട്ടിട്ട് മടുത്തിട്ട് അവസാനം അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. ഇതെല്ലാം ഏകദേശം ഇതിന്റെ എല്ലാം ഉപയോഗം അത് തന്നെയാണ്. തുണി ഉണങ്ങാൻ വിളിച്ചിട്ട്. വണ്ടർഫുൾ. ഇങ്ങനെയൊക്കെ പറയും ഹണി. പക്ഷെ ഹണി എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തില്ല. അത്യാവശ്യം അല്ലേ? ഇതിലേക്ക് ഇതെല്ലാം യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അവിടെ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അപ്പൊ അവിടെ നമുക്ക് ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല രസമാണ്. അവിടെ കാറ്റൊക്കെ വന്ന് അങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് അല്ലേ? ആ ഏരിയയും കൂടെ ഒന്ന് കണ്ടേക്കാം. ഈ വർക്ക്ഔട്ട് ചെയ്യുന്ന ഏരിയയിൽ തന്നെയാണ് ഇതുവരെ നമ്മളെ പോലുള്ള വേറെ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇരുത്താറുള്ളൂ. നമ്മളാണ് ഈ വീട് മൊത്തം കയറി ഇറങ്ങി നടക്കുന്നത്. ജിമ്മേരിക്ക് ശേഷം നമ്മൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മൾ ഇവിടെ ഒക്കെ കാണിച്ചത് നിങ്ങൾ പോയിക്കൂടെ, നേരം കുറെ ആയില്ലേ എന്നുള്ളതാണ്. എനിക്ക് ശരിക്കും കാണിക്കേണ്ടത് എന്റെ ചെടികളൊക്കെയാണ്. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളായിരുന്നില്ല. ചെടികളെയായിരുന്നു കാണിക്കേണ്ടിയിരുന്നത്. സത്യമായിട്ടും ചെടി കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ആണല്ലേ? കാരണം ഞാനിവിടെ വന്നപ്പോ തൊട്ട് തിരിച്ചു മറിച്ച് ഹണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചെടികളെ കുറിച്ചാണ്. ഹണിയുടെ ജീവിതത്തിലെ പ്രധാന ഭാഗം കൊടുത്തേക്കുന്നത് ചെടികൾക്ക് വേണ്ടിയിട്ടാണല്ലേ? ആണ്. അതെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഇതിനകത്ത് ഹണിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ചെടികളുടെ പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ആ ചെടിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. നേരെ നിൽക്കുന്ന ചെടിയാണ്. അത് കായ്ച്ചില്ല. അത് പ്ലമ്മും മാങ്ങായും കൂടിയുള്ളത്. കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോന്ന് അറിയില്ല, വെച്ചിട്ടുണ്ട്. അതെ, എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുടെ പുറത്ത് ആ മാപ്പിള നിൽക്കുന്നുണ്ട്. എന്തോ ആ സാധനം നിൽക്കുന്നുണ്ട്. പ്ലമ്മും കൂടെ ഉള്ള ചെടി. പിന്നെ മാവുണ്ട്. എല്ലാത്തിന്റെയും അടുത്തടുത്ത് കൊണ്ട് ഇങ്ങനെ കാണിച്ചു തരണമായിരുന്നു. അതെ, അത് ഇരുട്ടായതുകൊണ്ട് തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകുന്നില്ല. തെങ്ങുണ്ട്, മാവുണ്ട്, ചക്കയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഹണി റോസിന്റെ വരുമാനത്തിന്റെ പ്രധാന പങ്കും എവിടേക്ക് പോകുന്നു?